സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമുക്കറിയാം പാണക്കാട് സയ്യിദന്മാർ, അല്ലാഹു ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാണക്കാട് സയ്യിദന്മാരും സമസ്തയും ലയിച്ചു ചേർന്ന ഒരു കുടുംബ ബന്ധമാണ്. ലയിച്ചു ചേർന്ന ഒരു കുടുംബ ബന്ധമാണ്. സമസ്തക്ക് പാണക്കാട് സയ്യിദന്മാരെ മാറ്റി നിർത്താനാകുമോ? പാണക്കാട് സയ്യിദന്മാർക്ക് സമസ്തയെ മാറ്റി നിർത്താനാവുമോ? അത് ഇഴകിച്ചേർന്ന ബന്ധമാണ്. അതില്ലായ്മ ചെയ്യാൻ, അത് തകർക്കാൻ, അത് നശിപ്പിക്കാൻ ആരൊക്കെയോ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബലിയാടുകളായി എന്റെ കൂട്ടുകാരെ ഞാനും നിങ്ങളും മാറരുത്. മഹാനായ ശംസുൽ ഉലമയുടെ ഭാര്യ ലോകത്തോട് വിട പറഞ്ഞ് മയ്യത്ത് ജനാസ മുന്നിൽ വെച്ച് ജനങ്ങൾ സഫ് കെട്ടി കാത്തിരിക്കുമ്പോ ശംസുൽ ഉലമ പറയുന്നുണ്ട്, നിസ്കരിക്കാനായിട്ടില്ല. പാണക്കാട്ട് തങ്ങൾ വരുന്നുണ്ട് നിസ്കരിക്കാൻ. പണ്ഡിത ലോകത്തെ ജ്യോതിർഗോളമായ ശംസുൽ ഉലമയെ ശംസുൽ ഉലമ പിന്നിൽ നിന്ന് മുന്നിലേക്ക് പാണക്കാട്ട് തങ്ങളെ നിർത്തിയ ശംസുൽ ഉലമയുടെ മക്കൾക്ക് പാണക്കാട് സയ്യിദന്മാരെ പരിഹസിക്കാനും ഇകഴ്ത്താനും കഴിയില്ലെന്ന് മാത്രമല്ല, മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരെ കളിയാക്കിയ വഹാബിസമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്ത് തങ്ങന്മാര്, അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്തുണ്ടോ? പാണക്കാട്ട് തങ്ങന്മാരുണ്ടെങ്കിൽ ഉമാഭാരതി തങ്ങളല്ലേ എന്ന് ചോദിച്ച വഹാബികളുടെ ക്ലിപ്പിങ്ങുകൾ നമുക്ക് കേൾക്കാം. ഞങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് സയ്യിദന്മാർ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് പകർന്ന കുടുംബമാണ് പാണക്കാട് സയ്യിദന്മാർ. അവരും സമസ്തയും ഒന്നിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന ഗോതയിൽ മുന്നോട്ട് പോയ പഴയ കാലം അതെന്നും നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ വഴിയിലൂടെയാണ് ഇന്നും ഇതാ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്, SKSSFന്റെ അമരത്തിരിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. മുഖദ്ദസിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുന്ന ഒരു മഹാമനീഷി, അതാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് ഹാഷർ അലി ശിഹാബ് തങ്ങളും. പാണക്കാട്ടെ കുട്ടികളുടെ തണലിലാണ് സമസ്ത വളരുന്നത്, SKSSF വളരുന്നത്, ഇന്നും സജീവമായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മഹാരഥന്മാര് കാണിക്കുന്ന നന്മയുടെ വഴിയിൽ നിന്ന് അവരെ തമ്മിലടിപ്പിക്കാൻ വിവരമില്ലാത്ത ആരെങ്കിലും മുമ്പിലേക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ടാൽ വിവരമില്ലാത്തവർ ഏറ്റുപിടിച്ച് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയ ക്ഷുദ്രജീവികളുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒന്നായി നമുക്ക് പറയാൻ കഴിയണം, പാണക്കാട് സയ്യിദന്മാരുടെയും സമസ്തയുടെയും വഴി ഒന്നാണ്. അവിടെയുണ്ടാകും ഞങ്ങളെന്ന് പറയാൻ എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ, നമുക്കെന്നും കഴിയണം. ആ വഴിയിലൂടെ മുന്നോട്ട് പോകണം. അതിനെ തല്ലി തകർത്തിട്ട് ഉള്ളിലൂടെ കയറി വരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ ഇപ്പൊ വല്ലാത്ത ആനന്ദത്തിലാണ്, വല്ലാത്ത ആഹ്ലാദത്തിലാണ്. അവർ ശംസുൽ ഉലമയുടെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്ത് ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റി നേടുകയാണ്. ആരാണ് ശംസുൽ ഉലമ? ശംസുൽ ഉലമ സെക്രട്ടറി ആയ സമയത്ത് വേറൊരു സെക്രട്ടറിയെ തെരഞ്ഞെടുത്തവർക്ക് ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ എന്ത് അവകാശം? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോ ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളെ പ്രസിഡന്റ് ആക്കിയവർക്ക് സമസ്തയുടെ പേര് പറയാൻ എന്ത് അവകാശം? പാണക്കാട് സയ്യിദന്മാര് ഖാദിയാകുമ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് ജില്ലയിൽ ഖാദി നിശ്ചയിച്ചവർക്ക് പാണക്കാട്ട് തങ്ങളെ പൊരിശ പറയാൻ എന്ത് അവകാശം? 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതാർക്കും ആഘോഷിക്കാലോ. ജീവിതകാലത്തൊന്ന് കാണാൻ കൊതിച്ച ചില മനുഷ്യന്മാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. എന്റെ കാലം കഴിയും മുമ്പ് ഒരു 100 വാർഷികം ആഘോഷിക്കുക എന്ന് തോന്നിയിട്ടുണ്ടാകാം. അവർക്കൊക്കെ ആഘോഷിക്കാം. പക്ഷേ സ്വയം വിഡ്ഢിത്തത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വന്നില്ല. ശംസുൽ ഉലമയുടെ പാത സത്യമായിരുന്നെങ്കിൽ, പാണക്കാട് സയ്യിദന്മാരുടെ വഴി സത്യമായിരുന്നെങ്കിൽ ഇവിടെ എന്തിനൊരു സംഘടന? 100ാം വാർഷികം വേണ്ടല്ലോ. 2 വിഭാഗത്തിന് ഒറ്റ 100ാം വാർഷികം ആഘോഷിക്കായിരുന്നു. ശംസുൽ ഉലമ പഴിച്ചെന്ന് പറഞ്ഞ്, കണ്ണിയത്ത് ഉസ്താദിന്റെ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് പാണക്കാട് തങ്ങന്മാരെ ഇകഴ്ത്തി മറ്റൊരു സംഘടനയുണ്ടാക്കിയതിലൂടെ തന്നെ അവരുടെ വഴി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പാണക്കാട് സയ്യിദന്മാരോട് അവമതിപ്പും സമസ്തയുടെ ഉലമാക്കന്മാരോട് വെറുപ്പും ഉണ്ടാക്കിയിട്ട് അവർക്ക് കാര്യം നേടാമെന്ന് പുത്തൻവാദി